മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളൊക്കെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഹിൻബുവും ഒരു കടയിൽ കൊണ്ടുപോയി മെമ്മറി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അയാളും ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെ വീണ്ടെടുത്തിരിക്കുകയാണ്. നെറ്റിന്റെ അടുത്തായിട്ടൊക്കെ ഫുഡ് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നത് സുചോളുടെ വൈഫായിട്ടുള്ള ഡാഹി ആയിരുന്നു. വീട്ടിൽ ഒരു ജോലിക്കാരുമില്ല, ക്യാമറകളെല്ലാം തന്നെ ഓഫാണ്. അതുകൊണ്ട് തന്നെ ഡാഹയും ഇപ്പോൾ ഉൺസിങ്ങിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. നിലവിൽ ഹെയ്നും ഹിൻവുവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉൺസിങ്ങിനെയും കൂട്ടിക്കൊണ്ട് ഡാഹയും ഇപ്പോൾ ഹിനുവിന്റെ റൂമിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഉൺസിങ്ങും അവരുടെ ആൽബമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവരൊരിക്കൽ പോലും ഒത്തുപോകാത്തത് അവർ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണെന്നൊക്കെയാണ് ഡാഹയും പറയുന്നത്. ജർമ്മനിയിലെത്തിയ ഹിനുവും ഹെയ്നെ അന്വേഷിച്ച് ഓടിയൊക്കെ നടക്കുമ്പോഴത്തേക്കും ചെരുപ്പൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹെയ്നെ അവൻ കാണുന്നു. ഹ്യുനുവിന്റെ റൂമിൽ നിന്നും എന്തെങ്കിലും തെളിവൊക്കെ കിട്ടിയിട്ട് ഹ്യുനുവിനെ വീട്ടിൽ നിന്നും പുറത്താക്കുവാനായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഉൺസെങ് അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഗ്രേസ്കോ കഴിഞ്ഞ 3 വർഷമായിട്ട് അവനെ ഫോളോ ചെയ്ത് നടക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു തുമ്പ് പോലും അവൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്കുമൊന്നും കിട്ടുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഹ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന അവന്റെ ലോകറൊക്കെ ഉൺസെങ്ങും ശ്രദ്ധിക്കുന്നു. ഗ്രേസ്കോ പറഞ്ഞതുകൊണ്ട് തന്നെ സെക്രട്ടറി കിമും ഇപ്പോൾ സെക്രട്ടറി നയനെ കോൾ ചെയ്ത് നോക്കിയിരിക്കുകയാണ്. ഹ്യുനുവും ഹെയ്നും കൂടി എവിടേക്കാണ് പോയതെന്നൊക്കെയാണ് നായുടെ അടുത്ത് കിം ചോദിക്കുന്നതും. എങ്കിൽ പോലും കുറെ കാലം കൂടിയിട്ടാണ് തനിക്കൊരു ലീവ് കിട്ടിയതെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് അവളും കോള് കട്ട് ചെയ്യുന്നു. എന്തെങ്കിലും മിറാക്കിളൊക്കെ സംഭവിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വരാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു മാർഗം എന്റെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഒപ്പം വീട്ടിലേക്ക് തിരികെ പോകുവാനായിട്ടാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെയ്നും ഹ്യുനുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവരും എല്ലാം മറന്ന് കിസ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആ പാലസിലുള്ള ഒരാളാകട്ടെ അവരോട് വീട്ടിലേക്ക് പോകുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. ലോക്കറൊക്കെ നോക്കിക്കൊണ്ട് ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഉറപ്പായിട്ടും എന്തെങ്കിലും രഹസ്യവും അതിനുള്ളിൽ ഉണ്ടായിരിക്കുമെന്നൊക്കെ ഉൺസിങ്ങും പറയുകയാണ്. ഹെയ്ന് കപ്പ് നൂഡിൽസ് ഒക്കെ കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഹിനുവും അത് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി നൽകുന്നു. അങ്ങനെ ഇരിക്കെ അത് റെഡിയാകുവാനായിട്ട് ഒരു 3 മിനിറ്റ് സമയമൊക്കെ വേണം. അവളും ആ ഒരു സമയത്ത് തന്റെ ആഗ്രഹമെന്ന രീതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഹിനുവിനോട് പറയുന്നു. മരിച്ചതിന് ശേഷം സാധാരണ നടത്തുന്ന രീതിയിലുള്ള ഒരു ചടങ്ങുകളും നടത്തുന്നത് ഹെയ്ന് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും തന്നെ നടത്തേണ്ടതായിട്ടുമില്ല. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ നൽകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വൈൻ മാത്രം ഏതെങ്കിലും ഒരു ടേബിളിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. അതിന്റെ കൂടെ ഹെർസാനയുടെ കുറച്ച് ബാഗും കൂടി ഇരുന്നാലും നല്ലതാണെന്നൊക്കെയാണ് ഹെയ്ൻ പറയുന്നത്. എന്നെ ഇഷ്ടമില്ലാത്ത പലരും ആ ഒരു ചടങ്ങിലൊക്കെ വരുന്നതാണ്. അവരും എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റമൊക്കെ പറയുന്നത് നീ കേൾക്കുകയാണെങ്കിൽ നീയും അവർക്കെതിരായിട്ട് കേസൊക്കെ കൊടുക്കണം. ആദ്യം ഹിരുമോനോട് വേറെ ആരും കരയാനില്ലാത്തത് കൊണ്ട് തന്നെ നീ കരയണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് നീ അധികം കരയാതിരിക്കുന്നതാണ് എനിക്ക് താല്പര്യം എന്ന് വെച്ച് ഒട്ടും കരയാതെയും ഇരിക്കരുത്. ജീവിതകാലം മുഴുവൻ നീ എന്നെ ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ എനിക്കത് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് പെട്ടെന്ന് എന്നെ മറന്നിട്ട് നീ മറ്റൊരു ജീവിതമൊക്കെ നയിക്കുകയാണെങ്കിലും. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ അവളും പറയുന്നു. നമ്മുടെ വിവാഹത്തിനൊന്നും സമ്മതിക്കുകയില്ല എന്നായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ സമ്മതമൊക്കെ വാങ്ങുവാനായിട്ട് അമ്മ പറഞ്ഞത് പ്രകാരം നിനക്ക് ഒരു സ്വത്തുക്കളും വരികയില്ല എന്ന രീതിയിൽ ഞാനും ഒരു വിൽപത്രമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ആ ഒരു വിൽപത്രമൊക്കെ തിരുത്തേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മുടെ വിവാഹമൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമായിരുന്നു ഞാനും ആ ഒരു വിൽപത്രമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാനത് തിരുത്തുവാനായിട്ട് പോകുകയാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും തിരുത്താം, പക്ഷെ ഇപ്പോഴല്ല. നിന്റെ അസുഖം എല്ലാം തന്നെ മാറിയതിനു ശേഷം നമുക്ക് പിന്നീട് അതൊക്കെ തിരുത്താവുന്നതാണെന്ന് അവനും അറിയിക്കുന്നു. ഹിൻവു മെമ്മറി കാർഡൊക്കെ കൊടുത്ത കടയുടെ ബിസിനസ് കാർഡൊക്കെ ഉൾസിൻ കാണുകയും അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്യുന്നു. ഹെയ്ന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിരിക്കുകയാണ് ഡാഹയും. നമ്മളും പണക്കാരായിരുന്നെങ്കിൽ നമുക്കും ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടുവാനായിട്ട് സാധിക്കുമായിരുന്നല്ലോ എന്ന് അവളും പറയുന്നു. പിന്നീട് സൂചോളിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അവനേക്കാളും മണ്ടനായിട്ടുള്ള ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് കൂടി ഡാഹി പറയുന്നുണ്ട്. ഡാഹയിനെ ആദ്യമായിട്ട് കണ്ട സമയത്ത് സൂചോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൂചോളിന് തന്നെക്കാളും പ്രായം കൂടി ഗേൾസിനെ ഇഷ്ടമില്ല എന്നതായിരുന്നു. അതിന് കാരണമായിട്ട് സൂചോൾ കുട്ടിയായിരിക്കുന്ന സമയം മുതലേ സൂചോളിനെ ചേച്ചിയായിട്ടുള്ള ഹെയ്ൻ ഉപദ്രവിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉപദ്രവിച്ച് അവനും ഒരു ട്രോമയിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണൊക്കെ അവന്റെ നേർക്ക് വരികയാണെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ ഒരു പേടിയൊക്കെ തോന്നുന്നതായിരിക്കും. അതിന് അവരുടെ പ്രായം എത്രയാണെന്ന് അറിയുക പോലും വേണ്ട. അവര് പ്രായം പറയാതെ തന്നെ അവനും അവനേക്കാളും മൂത്തതാണോ അല്ലയോ എന്നൊക്കെ അവരെ കാണുമ്പോഴേ മനസ്സിലാകുമെന്നാണ് അവനും ഈ പറയുന്നത്. ഡാഹയും സ്വന്തം പ്രായമൊക്കെ മറച്ചു വെച്ചിട്ടായിരുന്നു അവനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ സൂചോളിനെക്കാളും 5 വയസ്സ് മൂത്തതായിരുന്നു ഡാഹയും. അമ്മയും ഇപ്പോൾ ഒരു ആയുർവേദ ചെടിയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്.
സൂചോളിന്റെ ആരോഗ്യമൊക്കെ വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ അവന് വേണ്ടിയാണ് അമ്മ ഇതൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. സൂചോളിനെക്കാളും ഇതിപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഹെയിനാണ്. അതുകൊണ്ട് തന്നെ ഇത് മേടിച്ചതിന്റെ ഇരട്ടി തുകയൊക്കെ തരുവാനായിട്ട് ഞാനും തയ്യാറാണ്. ഇതെനിക്ക് നൽകാമോ എന്നൊക്കെ ആന്റിയും അമ്മയോട് ചോദിക്കുന്നുണ്ട്. ഹെയിന് സാധാരണ ഒരു അസുഖം പോലും വരാത്തതാണ്. അതുകൊണ്ട് തന്നെ സൂചോളിനാണ് ഇത് ശരിക്കും ആവശ്യമായിട്ടുള്ളത്. പിന്നെ എന്റെ മക്കളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അമ്മ നിൽക്കുമ്പോഴത്തേക്കും സൂചോളിനോട് കൂടി ആന്റി അത് നൽകാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ സൂചോളും അത് കൊടുക്കുവാനായിട്ട് തയ്യാറാക്കാതെ വരുമ്പോഴത്തേക്കും ആന്റി ആകെ ദേഷ്യപ്പെട്ടു പോകുന്നു. ആന്റി അച്ഛന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അച്ഛനും അവിടെ ഉണ്ടായിരുന്ന ഓരോ ഒച്ചിന്റെയൊക്കെ പുറത്തെ തോട് പൊട്ടി പോയത് കൊണ്ട് തന്നെ അത് നന്നാക്കുവാനായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒച്ചിന് നൽകുകയായിരുന്നു. ഈ ഒച്ച അധികം വൈകാതെ മരണപ്പെട്ടു പോകുന്നതായിരിക്കുമെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും വ്യോമജയും ആകെ കരയുന്നു. വ്യോമജയുടെ കരച്ചിൽ കാണുമ്പോഴത്തേക്കും ഈ ഒരു വീട്ടില് ഈ ഒച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് എല്ലാവർക്കും സാധാരണമുള്ളത് നിന്റെ അടുത്താന്നൊക്കെ അച്ഛനും ആന്റിയോട് പറയുന്നുണ്ട്. പക്ഷെ ആന്റിക്ക് ഹെയിന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു വിഷമം. പക്ഷെ അത് ആരോടും പറയുവാനും സാധിക്കാത്തത് കൊണ്ട് തന്നെ ആന്റിയും അവിടെ ഇരുന്ന് കരയുന്നു. ഓരോരോ ചാനൽസ് ഒക്കെ മാറ്റിവെച്ച് നോക്കുന്നുണ്ടെങ്കിലും എല്ലാം ജർമ്മൻ ഭാഷ ആയതുകൊണ്ട് തന്നെ അവരും ടി വി ഒക്കെ ഓഫാക്കി ഇരിക്കുകയാണ്. ഹെയ്നും ഒരു റൂമൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ ആ റൂമിൽ കിടന്നുറങ്ങിക്കോളാം. നീയും നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി കിടന്നുറങ്ങിക്കോ എന്നൊക്കെ ഹ്യുനുവിന്റെ അടുത്തും പറയുകയാണ്. ഹ്യുനുവിന് ആദ്യം കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് അവനും അവളുടെ അടുത്ത് ചെന്നിട്ട് ഇന്നു മുതൽ ഞാൻ നിന്റെ ഒപ്പം കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. ഇന്ന് ഒരു ദിവസത്തേക്കാണോ അതോ ജീവിതകാലം മുഴുവനാണോ എന്ന് ഹെയ്ൻ ചോദിക്കുമ്പോഴത്തേക്കും ജീവിതകാലം മുഴുവൻ എന്നൊക്കെ ഹ്യുനുവു പറയുന്നത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കിടക്കുന്നതും. ഹെയ്നും പാർട്ടിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീനെ കുറിച്ചൊക്കെ പറയുകയാണ്. അവരും ഒരു കമ്പനിയുടെ സിഇഒ ഒക്കെയാണ്. പെട്ടെന്ന് ഒരു ദിവസം കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് അവൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്കും അവളുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റിനുമായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ബിൽ പാത്രമൊക്കെ മാറ്റി എഴുതുവാനായിട്ടാണ് അവൻ അഡ്വക്കേറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതെങ്കിലും ഡോക്ടർ സമ്മതിക്കാതെ വന്നപ്പോഴത്തേക്കും അവൻ ഒരുപാട് ബഹളമുണ്ടാക്കി. ആ ഒരു ബഹളമൊക്കെ കേട്ട് ഹോസ്പിറ്റലിന്റെ അകത്തുണ്ടായിരുന്ന അവൾ എണീക്കുകയും ചെയ്തു. ഇവനെ പോലെയുള്ള ഹസ്ബൻഡുമാരെല്ലാവരും മരിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഹെയ്ൻ പറഞ്ഞതിന് ശേഷം എല്ലാ ഹസ്ബൻഡുമാരും നിന്നെ പോലെ അല്ലല്ലോ എന്ന് കൂടി ഹ്യുനുവിനോട് ചോദിക്കുന്നു. എനിക്ക് അസുഖമാണെന്ന് കേട്ടപ്പോൾ നീ ആദ്യം എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ? നീ എന്നെ സ്നേഹിക്കുന്നുവെന്നാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എന്റെ ശ്വാസമൊക്കെ ശരിക്കാണോ എന്ന് അറിയുവാനായിട്ട് നീ ചെക്ക് ചെയ്തില്ലേ? ഞാൻ എടുക്കുന്ന ചുമച്ചപ്പോൾ പോലും നീ എത്രത്തോളം പാനിക്കായി. എന്റെ വിൽപത്രത്തെ കുറിച്ച് ഒന്നും തന്നെ നീ ഇതുവരെയായിട്ട് എന്നോട് ചോദിച്ചില്ല. ഒരു ദിവസം മുഴുവൻ പോലും നീ എന്നെ കുറിച്ച് ഓർത്തിട്ട് ഉറങ്ങാതെയൊക്കെ ഇരുന്നില്ലേ? അതാണ് എന്റെ ഹസ്ബൻഡ്. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ. ഞാനും ഒറ്റയ്ക്കാണ് ഇവിടെ വന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് നീയും എന്നെ കാണുവാനായിട്ട് ഫ്ലൈറ്റ് പിടിച്ചൊക്കെ വന്നില്ലേ? നിന്നെ പോലുള്ളൊരു ഭർത്താവിനെയൊക്കെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും അല്ല എന്നൊരു മറുപടിയൊക്കെ മനസ്സിൽ പറയുകയാണ്. ഹെയ്ൻ ഉറങ്ങുമ്പോഴത്തേക്കും ഹിനുവും അവളുടെ കൈക്കകത്തൊക്കെ അവന്റെ കൈ വെച്ച് കഴിയുമ്പോഴത്തേക്കും അവളും അവന്റെ കയ്യിലൊക്കെ മുറുക്കെ പിടിക്കുന്നു. ഇനി അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളിയിലൊക്കെ പോയി ഹ്യുനുവു ഹെയ്നു വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. നേരത്തെ ഹ്യുനുവും ഫ്രണ്ട് കൂടി ചേർന്നിട്ടായിരുന്നല്ലോ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് വിളിച്ച എല്ലാ ഫ്രണ്ട്സും എത്തിയിരിക്കുകയാണ്. ഹ്യുനുവ് മാത്രമേ എത്താനുള്ളൂ. അങ്ങനെ ഇരിക്കെ ഹ്യുനുവിനെ ഫ്രണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ഹ്യുനുവ് ഇപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളതെന്ന കാര്യമൊക്കെ അവനും അറിയുന്നത്. ഹ്യുനുവ് എന്തുകൊണ്ടാണ് ഇവിടെ വരാത്തതെന്നൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോഴത്തേക്കും ഹ്യുനുവ് ഒരുപാട് മാറിപ്പോയെന്നായിരുന്നു ഹ്യുനുവിന്റെ ഫ്രണ്ടിന്റെ മറുപടി. ഹെയ്നും ഇപ്പോൾ ഒരു മെയിലൊക്കെ വന്നിരിക്കുകയാണ്. ഹെയ്ൻ കണ്ടിട്ടുണ്ടായിരുന്ന ഡോക്ടറിനെയൊക്കെ ഹ്യുൻവുവും ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഹെയ്നെ ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ലെന്നായിരുന്നല്ലോ ഡോക്ടർ ഹെയ്നോട് പറഞ്ഞത്. പക്ഷെ ഹ്യുൻവുവും ഇപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഹെയ്ന്റെ കയ്യിൽ നിന്നും നിങ്ങൾ പണമൊക്കെ തട്ടിയെടുത്ത് അവൾക്ക് ചികിത്സ നിഷേധിച്ചു എന്ന രീതിയിൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നതായിരിക്കുമെന്നും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല എന്നുമൊക്കെ ഡോക്ടറിനോട് പറയുന്നു. നിങ്ങളും അവൾക്കൊരു പ്രതീക്ഷയൊക്കെ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും ഒന്ന് ചികിത്സിച്ച് നോക്കിക്കൂടെ എന്നൊക്കെ അവൻ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടറും ചികിത്സിക്കാൻ വന്ന് സമ്മതിക്കുകയാണ്. ഹെയ്ന്റെ ബ്ലഡിലുണ്ടായിരുന്ന WBCയുടെ കുറവ് കൊണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് ഒന്നും നൽകുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കൗണ്ടൊക്കെ കൂട്ടുന്ന ട്രീറ്റ്മെന്റ് ആദ്യം നടത്തിയിട്ട് പിന്നീട് പ്ലാൻ ചെയ്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്താമെന്നൊക്കെ ഹെയ്നും മെയിൽ വന്നിരിക്കുകയാണ്. ഹ്യുനുവും ആ ഒരു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളോടും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഹ്യുനുവു ഡോക്ടറിനെ കണ്ട കാര്യം മാത്രം അവളോട് പറയുന്നുമില്ല. ഹിനു മെമ്മറി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന കടയിൽ ഉൻസിങ് എത്തിയിരിക്കുകയാണ്. ആ ഒരു കടക്കാരെ ഹെൽപ്പ് ചെയ്യാമെന്നും ഉൻസിങ് പറയുന്നു. അയാളുടെ കയ്യിൽ നിന്നും കിട്ടിയ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഗ്രേസ്കോയുടെ കയ്യിലും എത്തിയിരിക്കുകയാണ്. ഗ്രേസ്കോയും ഡാഹൈനെ അതൊക്കെ കാണിച്ചിട്ട് നീ പിടിക്കപ്പെടാതെ ഇരിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഒരേ ടീമിലുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ എങ്ങാനും ഞാൻ പിടിക്കപ്പെടുകയാണെങ്കിലും ആ ഒരു തെളിവ് നശിപ്പിക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞ് ഡാഹൈ നിൽക്കുകയാണ്. ഉൺസിങ് ട്വിൻസ് ഗ്രൂപ്പ് മൊത്തത്തിൽ സ്വന്തമാക്കിയതിനു ശേഷം അവിടെയുള്ള ആളുകളുടെ കാര്യം എന്താകുമെന്ന്
ഡാഹി ചോദിക്കുമ്പോഴത്തേക്കും സൂചോളിന്റെ കാര്യമാണോ നിനക്ക് അറിയേണ്ടതെന്നൊക്കെ ഗ്രേസ് കോയും ചോദിക്കുന്നുണ്ട്. പക്ഷേ സൂചോളിന്റെ കാര്യമൊന്നും തനിക്ക് അറിയേണ്ടതായിട്ടില്ല എന്നും താൻ ഒരിക്കൽ പോലും സൂചോളിനെ സ്നേഹിച്ചിട്ടില്ല എന്നും ഡാഹയും തുറന്നു പറയുന്നു. മര്യാദയ്ക്കൊന്ന് പുകവലിക്കുവാൻ പോലും എനിക്ക് സാധിക്കുകയില്ല. ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു പണവും പദവിയും എല്ലാം തന്നെ തന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെടണമെന്നാണ് ഡഹയ ആഗ്രഹിക്കുന്നതും. അങ്ങനെയിരിക്കെ ഇതിനു മുമ്പും അവൾ പുകവലിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഗ്രേസ്കോയും അതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് സംസാരിച്ച് അവിടെ നിന്നും ഡഹയ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഗ്രേസ്കോയുടെ സ്പായിൽ അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയും ഗ്രേസ്കോയും മാത്രമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഗ്രേസ്കോ ഒരു കാര്യമൊക്കെ അമ്മയോട് പറയുകയാണ്. ഹ്യുൻവു എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഹെയിൻ എഴുതിയിട്ടുണ്ടായിരുന്ന വിൽപത്രത്തെക്കുറിച്ചൊക്കെ ഞാനും ഹ്യുൻവോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺസിംഗുമായിട്ടുള്ള പ്രൊജക്റ്റ് ഒക്കെ ഇല്ലാതാക്കുവാനായിട്ടാണ് ഇപ്പോൾ ഹ്യുൻവു ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതിയെന്ന് അവൻ പറഞ്ഞതും. ഉറപ്പായിട്ടും ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ, അതായത് സോച്ചോളുടെ പ്രൊജക്റ്റ് ഒക്കെ എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്നതായിരിക്കുമെന്നൊക്കെ ഗ്രേസ്കോ പറഞ്ഞു കൊടുക്കുന്നു. മുത്തശ്ശൻ പറഞ്ഞ രീതിയിലുള്ള ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും ഇനിയും സമയമൊക്കെ വൈകുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഉത്സംഗിന്റെ മനസ്സൊക്കെ മാറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെയും പോകാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഇപ്പോൾ ഇതിന് അനുവദിക്കണം. സൂചോളം അങ്ങനെ മുത്തശ്ശന് പുറകെയൊക്കെ നടക്കുമ്പോഴത്തേക്കും ഡാഹയും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ഓർക്കുന്നു. സൂചോളിനെ കളിക്കുവാനായിട്ട് ഇരുത്തിയതിനു ശേഷം മുത്തശ്ശനും സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുവാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഉൺസിങ്ങും കയ്യിലുണ്ടായിരുന്ന ബോളൊക്കെ വെച്ചിട്ട് സൂചോൾ ഇങ്ങോട്ടും എറിയുന്നു. അവനും ഇരുന്ന് കരയുമ്പോഴത്തേക്കും വീണ്ടും ഉൺസിങ് ബോളൊക്കെ വെച്ച് എറിയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനെ തടഞ്ഞിട്ടുണ്ടായിരുന്നതും ഹെയിനായിരുന്നു. എന്റെ അനിയൻ ഒന്നാമതൊരു പൊട്ടനാണ്, അവനെയൊക്കെ നീ എന്തിനാണ് എറിയുന്നത്, നീ അവനേക്കാളും വലിയ പൊട്ടനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹെയിനും ഉൺസിങ്ങിനെതിരായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഉൺസിങ്ങും പോകുന്നു. ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൂചോളനെ സമാധാനിപ്പിക്കുന്നതിന് പകരമായിട്ട് ഹെയിനും വീണ്ടും അവനിട്ട് ഒരു അടിയൊക്കെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കരയാതിരിക്കുവാനും പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഡാഹയും അവന്റെ അടുത്ത് വന്നതിന് ശേഷം നീ ചെറുമാന്റെ ഒരേ ഒരു മകനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, പക്ഷെ ചേട്ടൻ മരിച്ചുപോയി. ഇപ്പോൾ എനിക്ക് ഈ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഹെയ്നെ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നീ ഒരേ ഒരു മകനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നമുക്കങ്ങ് വിവാഹം കഴിക്കാമെന്നൊക്കെ ഡാഹയും പറയുന്നു. പക്ഷെ അവനും അപ്പോൾ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡാഹയും അവനെ തല്ലുവാനായിട്ട് കൈയൊക്കെ പൊക്കുകയാണ്. പക്ഷെ അവനും അവിടെ നിന്നും പേടിച്ചോടുന്നു. ഇപ്പോഴും മുത്തശ്ശന്റെ പിറകെ കാര്യസാധ്യത്തിനായിട്ടൊക്കെ അവൻ നടക്കുമ്പോഴത്തേക്കും അവൻ എന്തൊരു മണ്ടനാണെന്നൊക്കെ ഡാഹയും ഓർക്കുന്നു. സൂചോളിന്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ സൂചോളിനെ പോലെ ഒന്നും അല്ലല്ലോ ഇരിക്കുന്നതെന്നൊക്കെ ആന്റി പറയുമ്പോഴത്തേക്കും അവൻ ശരിക്കും എന്നെ പോലെ തന്നെയാണെന്ന് സൂചോളും പറയുന്നു. ഇനി ഗ്രേസ്കോ ആകട്ടെ DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ഇത് സൂചോളിന്റെ കുഞ്ഞ് തന്നെയാണെന്നും പറയുകയാണ്. നിങ്ങൾ എന്താ ഡാഹ ഇരിക്കുന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ? എന്റെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ എന്നെ കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ അതെല്ലാം തന്നെ കേട്ടിരിക്കുന്നതാണ്. പക്ഷെ എന്റെ ഭാര്യനെയും കുഞ്ഞിനെയും കുറിച്ചും അങ്ങനെ ഒന്നും സംസാരിക്കരുത്. ഈ ഒരു സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവനും അവരുടെ എല്ലാവരുടെയും അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോഴും സൂചോൾ കുഞ്ഞിനെ നോക്കിയതിനു ശേഷം കുഞ്ഞിനും അവനും ഒരേപോലത്തെ കണ്ണും മൂക്കും മറ്റുമാണെന്നൊക്കെ പറയുകയാണ്. എന്തായാലും കുഞ്ഞ് തികച്ചും അവനെ പോലെ മാത്രമാണെന്നും പറയുന്നു. ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആളാണ് ഞാൻ. ചേച്ചി എപ്പോഴും എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഞാനും എപ്പോഴും മുത്തശ്ശന്റെ വഴക്കും കേട്ടുകൊണ്ടിരിക്കും. എന്നെ എല്ലാവരും മോശമായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്തൊക്കെ ആയാലും നിങ്ങളെ രണ്ടുപേരെയും ഒരിക്കലും ആരും മോശമായിട്ട് കാണുകയില്ല. ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും റിസോർട്ടിന്റെ ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ നല്ല രീതിക്ക് കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുവാനും സാധിക്കുമെന്നൊക്കെ ഡാഹയ്ക്കും അവൻ വാക്ക് നൽകുന്നു. ഹ്യുൻമോന്റെ നാട്ടിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് യൂട്യൂബിൽ കണ്ട സ്ഥലം ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് അവരും വീഡിയോ ഒക്കെ കണ്ടത്. ഹെയ്ൻ വന്ന് ഫുഡ് കഴിച്ച സ്ഥലമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള റെസ്റ്റോറന്റിലും മറ്റും പല രീതിയിലുള്ള ബോർഡുകളൊക്കെ വരയ്ക്കുകയാണ്. ആളുകളും തിരഞ്ഞു പിടിച്ച് ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് ഫോട്ടോസും എടുക്കുന്നു. ഫേമസ് ആയിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങളിലും പോകും. ബാക്കിയുള്ള ആളുകളാകട്ടെ അവരെ ഫോളോ ചെയ്ത് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കും. ഇത് പതിവുള്ള ഒരു കാഴ്ചയാണെന്നൊക്കെ ചേച്ചിയും പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഹെയിന്റെ കയ്യിലൊക്കെ ഡോഗ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലെ ഡോഗ് വരെ ഫേമസ് ആകുന്നു. അവരുടെ നാട് മൊത്തത്തിൽ പുരോഗമിച്ചിരിക്കുകയാണ്. എല്ലാ കടകളിലൂടെയും ഒരുപാട് ആൾക്കാരൊക്കെ വരികയാണ്. റെസ്റ്റോറന്റിലും മറ്റുമുള്ള ഫുഡ് പോലും തീർന്നു പോകുന്നു. അച്ഛനും ഫ്രണ്ട്സും വളരെ ഹാപ്പി ആയിട്ടൊക്കെ അഭിമാനത്തോടു കൂടി തന്നെ വഴിയിലൂടെയൊക്കെ നടന്നു വരുന്നു. മൊത്തത്തിൽ ആ ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറിയത് കൊണ്ട് തന്നെ ഈ ഇലക്ഷനും അച്ഛൻ തന്നെ ആയിരിക്കും വിജയിക്കുക എന്നൊക്കെ അവർ പറയുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കാണ് മറ്റൊരു ട്വിസ്റ്റ് ഒക്കെ നടക്കുന്നത്. അച്ഛന്റെ എതിരായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരനാകട്ടെ ഹെയിൻ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ഇരുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കടയിലെ ആപ്പിളൊക്കെ ഹെയിന് കഴിക്കുവാനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ഒക്കെ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു നാടൊക്കെ ആപ്പിളുകളുടെ നാടായി മാറിയിരിക്കുകയാണ്.
ഒരുപാട് ഓർഡേഴ്സും വരുന്നു. അവരും ആപ്പിളൊക്കെ ഒരുപാട് വിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അച്ഛനും മൊത്തത്തില് ആകെ വിഷമിച്ചു പോവുകയാണ്. അച്ഛന്റെ എതിർ സ്ഥാനാർത്ഥി ഹെയ്ൻ ആപ്പിളൊക്കെ കൊടുത്തത് നിങ്ങൾ എന്തിനാണ് വീഡിയോയിൽ ആഡ് ചെയ്തത്? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നഷ്ടമാണ് വന്നിട്ടുള്ളതെന്നൊക്കെ അറിയാമോ എന്നൊക്കെ ചേച്ചിയും കൂടെയുള്ള ഗേൾസിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അവരാകട്ടെ ഒരു കാര്യം ചെയ്യാം. അടുത്ത തവണ ഹെയ്ൻ വരുമ്പോഴത്തേക്കും നമുക്ക് അച്ഛനെ കൊണ്ട് അച്ഛന്റെ ഫ്രൂട്ടൊക്കെ നൽകാമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ 5 ലക്ഷം ആൾക്കാർ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇനി എഡിറ്റ് ചെയ്തിടുവാനൊന്നും സാധിക്കുകയുമില്ല. അവരെല്ലാവരും ചേച്ചിയുടെ കടയിൽ ഇരുന്നു കൊണ്ട് പല പ്ലാനിങ്ങും നടത്തുമ്പോഴത്തേക്കും ചേച്ചിക്കും മൊത്തത്തിൽ അതൊന്നും ഇഷ്ടപ്പെടാതെ അവരെ കടയിൽ നിന്നും പുറത്താക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി ഹിനുവിന് ഹായിക നൽകുമ്പോഴത്തേക്കും ഇവൻ വിവാഹിതനാണെന്നൊക്കെ ഹെയ്നും പറയുകയാണ്. നീ സാധാരണയായിട്ട് ഗേൾസിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആണല്ലോ, പ്രിൻസിപ്പളുടെ മകളുമായിട്ടും അങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ഹെയ്ൻ ചോദിക്കുന്നു. ഹ്യുൻവുവും അങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ പേരൊക്കെ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം നടക്കാതെ പോയതെന്നൊക്കെ ഹെയ്ൻ ചോദിക്കുന്നു. അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളാകട്ടെ ഒന്നിച്ചിരുന്ന ഒരു ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്ന് ഹ്യുൻവു പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ലവ് ആകുവാനായിട്ട് അങ്ങനെ ഫുഡ് കഴിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് ഹെയ്ൻ പറയുന്നത്. അകലെ നിന്നും അയാളെ കാണുമ്പോൾ നിനക്ക് സന്തോഷമൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് ഓർക്കാതിരിക്കുവാനായിട്ട് നിനക്ക് കഴിയുന്നില്ല എങ്കിൽ അയാളെ കാണുവാൻ വേണ്ടി മാത്രം വന്ന വഴിയിലൂടെ വീണ്ടും വീണ്ടും നീ പോക്കുകയാണെങ്കിൽ അതാണ് നിന്റെ ഫസ്റ്റ് ലവ് എന്നാണ് ഹെയ്ൻ പറയുന്നത്. ഹെയ്ൻ അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് നിനക്ക് എക്സ്പീരിയൻസ് ഉള്ള പോലെയാണല്ലോ തോന്നുന്നത്. ആരാ, ഓൺസിംഗ് ആണോ നിന്റെ ആദ്യത്തെ പ്രണയം എന്നൊക്കെ ഹെയ്നോട് ഹ്യുനുവും ചോദിക്കുന്നു. അത് ബസ്സിലെ ഒരാളാണെന്നാണ് ഹെയ്നും മറുപടിയൊക്കെ നൽകുന്നത്. കുറച്ച് ദിവസമായിട്ട് CCTV ക്യാമറ സ്വന്തം തന്നെ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ റിപ്പയറിങ്ങിന് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിരിക്കുകയാണെന്നാണ് ഹെയ്ന്റെ അച്ഛന്റെ അടുത്ത് അവിടെയുള്ള സ്റ്റാഫൊക്കെ അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ CCTVക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ അവർ അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഹ്യുനുവിന്റെ റൂമിൽ എത്തിയതിനു ശേഷം ആരും അറിയാതെ ഹ്യുനുവിന്റെ ലോക്കറൊക്കെ തുറക്കുന്നു. അങ്ങനെ ലോക്കർ തുറന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് ലോക്കറിന്റെ ഉള്ളിൽ നിന്നും ഡിവോഴ്സിന്റെ നോട്ടീസൊക്കെ ഗ്രേസ്കോയ്ക്കും കിട്ടുന്നത്. അല്ലെങ്കിലും ഇതുപോലത്തെ ഫാമിലിയിലൊക്കെ ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് അത് കാണുന്ന ഗ്രേസ്കോയും പറയുന്നത്. ജർമ്മനിയിലെ ഒരു ബ്രിഡ്ജില് ലവേഴ്സ് പേരൊക്കെ എഴുതിയതിനു ശേഷം ലോക്ക് ചെയ്ത് വെക്കുമല്ലോ, ആ ഒരു ലോക്കൊക്കെ ഹെയ്നും ഹിനുവും കൂടി ഇപ്പോൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവര് 3 വർഷം മുമ്പായിരുന്നു ഇങ്ങനെ ലോക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണ്ടത്തെ ആ ഒരു ലോക്കൊക്കെ അവർ കളഞ്ഞു കാണുമെന്ന് വിചാരിച്ച് ഹെയ്നും ആകെ നിരാശപ്പെട്ടു പോകുന്നു. അവരും പല കടയിലൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നു. ആളുകളാകട്ടെ പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നത് വഴി ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം കളയുകയാണെന്നാണ് ഹെയ്ൻ പറയുന്നത്. ഒരാള് കുറെ അധികം ഇലകളൊക്കെ വിറ്റോണ്ടിരിക്കുകയാണ്. ആ ഇലയുടെ കൂടെ ഒരു ലോക്കറ്റും കൂടി കാണും. ലോക്കറ്റിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചിരിക്കും ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നത്. അതിലാകട്ടെ ഒരു ദിവസത്തേക്ക് ഭാഗ്യമുണ്ടെന്നും ഒരു വർഷത്തേക്ക് ഭാഗ്യമുണ്ടെന്നും ജീവിതകാലം മുഴുവൻ ഭാഗ്യമുണ്ടെന്നുമുള്ള രീതിയിൽ 3 ലോക്കറ്റ്സ് ആണ് വേർതിരിച്ചൊക്കെ ഉള്ളത്. പക്ഷെ ഹെയ്നും അതിലൊരെണ്ണം എടുത്തു നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ ഭാഗ്യമില്ല എന്നതായിരുന്നു അവളും കാണുന്നത്. ഹെയ്ന്റെ വെയിറ്റ് ഒക്കെ 3 കിലോയോളം കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നെ കാണുവാൻ ഭംഗിയില്ലാതെ ആകുമെന്നൊക്കെ ഹെയ്നും പറയുന്നു. മരിക്കുന്ന സമയത്ത് പോലും സുന്ദരിയായിട്ടിരിക്കണമെന്നതാണ് ഹെയ്ന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് പോലും അവളും എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. കുറച്ചുകൂടി ടെസ്റ്റ് ഒക്കെ ചെയ്യുവാനായിട്ട് നേഴ്സും ഹെയ്നെയും കൂട്ടിക്കൊണ്ട് അകത്തേക്കൊക്കെ പോകുന്നു. പക്ഷേ ഹെയ്നും പോകുന്ന വഴിക്ക് ഒരു കുട്ടിയൊക്കെ ഓടിപ്പോകുന്നത് കാണുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ പിറകെയൊക്കെ പോകുകയാണ്. നേഴ്സും തിരികെ ഹിനുവിന്റെ അടുത്ത് എത്തിയിട്ട് അവളും CCTV വഴി നോക്കിയപ്പോഴത്തേക്കും പുറത്തേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഹ്യുനുവിനെയും അറിയിക്കുന്നു. എവിടേക്കാണ് ഹെയ്ൻ പോയതെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഹ്യുനുവും റോഡിലൂടെയൊക്കെ ഹെയ്ൻ അന്വേഷിച്ച് ഓടുകയാണ്. അപ്പോഴാകട്ടെ റോഡിൽ ഒരു ആൾക്കൂട്ടമൊക്കെ നിൽക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നു. അവനും ആൾക്കൂട്ടത്തൊക്കെ മാറ്റി കുറച്ചുകൂടി അകത്തേക്കൊക്കെ കയറി നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി വീണ് കിടക്കുകയായിരുന്നു. പക്ഷെ അത് ഹെയ്ൻ ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഹെയ്നും അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് വിശക്കുന്നു എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഹെയ്നെ കൂട്ടിക്കൊണ്ട് ഹ്യുനുവും കഴിക്കുവാനായിട്ടൊക്കെ പോകുന്നു. ഞാൻ എന്റെ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ പിറകെ ഞാനും പോയി. പിന്നീട് നടന്ന ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഹെയ്ൻ പറയുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഹെയ്നെ അന്വേഷിച്ചായിരുന്നു ഹിൻവു പോയിട്ടുമുണ്ടായിരുന്നത്. ഇനി ചേട്ടനെ കുറിച്ചൊക്കെ ഹെയ്ൻ പറയുകയാണ്. ഒരു വെക്കേഷന് ബോട്ടിലൊക്കെ പോകുകയായിരുന്നു ഹെയ്നും ഫാമിലിയും. പക്ഷെ ബോട്ടൊക്കെ അപകടത്തിൽ പെട്ടതുകൊണ്ട് തന്നെ ഹെയ്നും വെള്ളത്തിൽ മുങ്ങിപ്പോയി. ചേട്ടൻ ആദ്യം രക്ഷപ്പെട്ടതായിരുന്നെങ്കിലും ഹെയ്നെ രക്ഷിക്കുവാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ഹെയ്നെ രക്ഷിച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് കൂടുതലായിട്ട് മുങ്ങിപ്പോക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയ്നും അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും അമ്മയ്ക്കും അവൾ രക്ഷപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും പിന്നീടാണ് അവളുടെ ചേട്ടൻ അവിടെ ഇല്ല എന്ന കാര്യമൊക്കെ അമ്മ മനസ്സിലാക്കുന്നത്. അങ്ങനെ അമ്മ നോക്കി കഴിയുമ്പോഴത്തേക്കും
മകൻ മരിച്ചതായിരുന്നു അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നത്. മകൻ മരിച്ച വിഷമത്തിൽ ഹെയ്ൻ രക്ഷപ്പെട്ട സന്തോഷമൊക്കെ അമ്മയ്ക്ക് മാറി. അമ്മയും ഹെയ്നോട് പിന്നെ മിണ്ടാൻ പോലും മടിച്ചു നിന്നു. അമ്മയ്ക്ക് ശരിക്കും ഉറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും തന്നെ കുറച്ച് ദിവസത്തേക്ക് പോലും സാധിക്കുമായിരുന്നില്ല. ഇത്രയും കാലമായിട്ടും അമ്മ എന്നോട് ഇതുവരെ ക്ഷമിച്ചിട്ടുമില്ല എന്നൊക്കെ ഹെയ്ൻ പറയുകയാണ്. ഇതൊന്നും തന്നെ നിന്റെ തെറ്റല്ല എന്ന് ഹ്യുനോ പറയുന്നുണ്ടെങ്കിൽ പോലും എന്റെ തെറ്റല്ല എന്ന കാര്യം എനിക്കറിയാം. എങ്കിൽ പോലും ഞാനും എന്റെ ചേട്ടന്റെ ജീവിതമാണ് അടിച്ചു മാറ്റിയതെന്ന ഒരു തോന്നലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാക്കുക അയാളായിരിക്കും മാലാഖയായിട്ട് നമ്മളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ചേട്ടൻ വന്നതായിരിക്കുമെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ അവളുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമാണെന്ന് അവനും തർക്കിക്കുന്നു. കുറെ വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നീ മരിക്കാറാകുമ്പോഴത്തേക്കും നിന്നെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് ഞാനായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നീയും ഒട്ടും തന്നെ പേടിക്കേണ്ടതായിട്ടില്ല എന്ന് ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ഞാൻ പേടിക്കില്ല എന്നത് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ എന്നൊക്കെ ഹ്യുൻവുവും ചോദിക്കുന്നു. ഏറ്റവും സുന്ദരിയായിട്ടുള്ള മാലാഖയല്ലേ ഞാൻ, അങ്ങനെ ഇരിക്കെ എന്നെക്കാട്ടിൽ നിനക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ടതായിട്ട് വരികയില്ല എന്നൊക്കെ ഹെയ്നും പറയുകയാണ്. ഹ്യുൻവുവും നേരത്തെ ആ ഒരു കടക്കാരനെയൊക്കെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അയാളും എന്നേക്കുമായിട്ട് കടയൊക്കെ പൂട്ടിപ്പോക്കുകയാണ്. ഓണിസിംഗ് മുത്തശ്ശന് നേരത്തെ പെയിന്റിംഗ് ഒക്കെ നൽകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ ഒരു പെയിന്റിംഗ് ഒക്കെ നൽകുന്നു. മുത്തശ്ശനും ഒരുപാട് സന്തോഷമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ മുത്തശ്ശനും സോജോളുടെ പ്രൊജക്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഒക്കെ നടത്തിയതിനു ശേഷം മാത്രം പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയെന്നായിരുന്നു ഹിമു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്കും ഞാനും സമ്മതമൊക്കെ മൂളാമെന്ന് മുത്തശ്ശനും ഉൻസിങ്ങിനോട് പറയുകയാണ്. പക്ഷെ ഉൻസിങ് ആകട്ടെ മറ്റൊരു കമ്പനിയൊക്കെ ഇതേ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഒരുപക്ഷെ മുത്തശ്ശൻ സമ്മതമൊക്കെ പറയുവാനായിട്ട് വൈകുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ കൂടെ ചേർന്നിട്ട് ഈ ഒരു പ്രൊജക്റ്റിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കുമെന്നും പറയുന്നു. ആ കമ്പനി ആകട്ടെ മുത്തശ്ശന്റെ എതിരായിട്ട് നിൽക്കുന്ന കമ്പനിയൊക്കെ ആയിരുന്നു. ഗ്രേസ്കോയും പെട്ടെന്ന് തന്നെ സമ്മതിക്കുവാനൊക്കെ മുത്തശ്ശനോടും പറയുകയാണ്. ക്യൂൻസ് ഗ്രൂപ്പിലെ ഒരാളാകട്ടെ കള്ളക്കണക്കൊക്കെ നൽകിയിട്ട് അഴിമതി കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉൻസിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ഈ ഒരു വിവരം ഒന്നും തന്നെ ഇതുവരെയായിട്ടും മുത്തശ്ശനോ അച്ഛനോ ഒന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരാരും അറിയാതെ ആയിരുന്നു അയാളും ഈ ഒരു തിരിമറിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ആരും തന്നെ വിശ്വസിക്കുന്നതായിരിക്കുകയില്ല. ഇതെല്ലാം തന്നെ എനിക്ക് എതിരായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ ഒരു കേസൊക്കെ ഒത്തുതീർപ്പാക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും ഇത് 13 ബില്യന്റെ കേസാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഓഫീസേഴ്സ് ആയിരിക്കും ഇതിന് കൂട്ടുനിൽക്കുക. നമ്മളും അവരെ കൈക്കലാക്കണമെങ്കിൽ ഒരുപാട് തുകയൊക്കെ അവർക്ക് കൈക്കൂലി നൽകേണ്ടതായിട്ടുമുണ്ടെന്ന് അച്ഛനും അറിയിക്കുന്നു. മുത്തശ്ശൻ അഴിമതി നടത്തിയെന്ന രീതിയിലൊക്കെ ആരാണ് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗേൾഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും അതൊന്നും അറിയിക്കയില്ല എന്ന് പറയുന്നു. ഇനി ഗേൾഫ്രണ്ടും മേശയുടെ അടിയിൽ ഉണ്ടായിരുന്ന ഒരു റെക്കോർഡറൊക്കെ ശ്രദ്ധിക്കുകയാണ്. മുത്തശ്ശന് അവളത് കാണിച്ചും കൊടുക്കുന്നു. ഫാമിലിയിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി സെക്യൂരിറ്റിയുടെ അടുത്ത് എന്നിട്ട് ഇതെന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആളുകൾ പറയുന്ന ശബ്ദരേഖ എല്ലാം തന്നെ സ്വീകരിച്ചതിന് ശേഷം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഏതോ ഒരു ഡിവൈസിൽ സേവ് ആകുന്നുണ്ട്. വീട്ടിലുള്ള ഏതോ ഒരാളാണ് ഇതൊക്കെ ചെയ്തത്. എന്തായാലും 2 മീറ്ററിന് അപ്പുറത്തായിരിക്കും ഇതിന്റെ ഡിവൈസ് ഒക്കെ ഇരിക്കുക എന്നൊക്കെ അയാളും പറയുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് പല പല ഇടത്ത് സെർച്ച് ഒക്കെ നടത്തുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഹ്യൂൻവന്റെ റൂമിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെയാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട പല ഡിവൈസും ഇരിക്കുന്നതൊക്കെ കാണുന്നു. മാത്രമല്ല അവരും അതെല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് മുത്തശ്ശൻ സംസാരിച്ച പല കാര്യങ്ങളും അതിൽ റെക്കോർഡും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മുൻസിങ്ങും കാണിക്കുകയാണ്. അതായത് മുത്തശ്ശനൊരു പെയിന്റിംഗ് ഒക്കെ അവൻ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരു ഒളി ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. അതുവഴിയാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും മുൻസിങ് കാണുന്നത്. അമ്മയും ഇപ്പോൾ ഹെയ്നെ കോൾ ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഹെയ്നും ഞങ്ങൾ കുറച്ചു ദിവസമായിട്ട് വീട്ടിലൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഏതൊരാൾക്ക് വേണമെങ്കിലും ഞങ്ങളുടെ റൂമിലൊക്കെ കടന്നു വന്ന് ഇതൊക്കെ വെക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊന്നും കൊണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനെ അവിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹെയ്നും കോളൊക്കെ കട്ടാക്കി ഫോൺ സ്വിച്ച് ഓഫും ചെയ്യുന്നു. ഹ്യുൻവുവും കടക്കാരെ കോൾ ചെയ്തിട്ട് അവർ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രണ്ടിനെയും കോൾ ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടും കടയൊക്കെ അന്വേഷിച്ച് എന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കട തന്നെ അവർ അടച്ചുപൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഹ്യുൻവുവും ആ ഒരു കടയുടെ മുമ്പിലായിട്ടൊക്കെ ഒരു കാറും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഡാഷ് ക്യാമൊക്കെ എടുത്തതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് ആ കടയിൽ ആരാണോ വന്നതെന്നൊക്കെ നോക്കുവാനായിട്ട് ഫ്രണ്ടിനെ ഏർപ്പാടാക്കുന്നു. ഫ്രണ്ടിനും ഇതുപോലത്തെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അവനെ അറിയിക്കാമെന്നും പറയുകയാണ്. അമ്മ വിളിക്കുകയാണെങ്കിൽ ഈ ഫോണൊന്നും എടുക്കരുതെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ആയിരുന്നു ഹെയ്ന്റെ അമ്മയും ഹ്യുൻവുവിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളും പെട്ടെന്ന് തന്നെ ആ ഒരു ഫോണൊക്കെ മേടിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു. ആന്റിയും സോൽഹയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുവാനായിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഡിറ്റക്റ്റീവും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അവളുടെ യഥാർത്ഥത്തിലുള്ള പേര് സോൽഹ എന്നല്ല, മറ്റൊരു പേരായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. മാത്രമല്ല അവളും ഇതിനു മുമ്പ് വ്യഭിചാര കുറ്റത്തിനൊക്കെ ജയിലിലും കിടന്നിട്ടുണ്ട്.
അവളും ഗർഭിണിയായിരുന്നപ്പോഴത്തേക്കുമാണ് അറസ്റ്റിലായത്. അതുകൊണ്ട് തന്നെ ജയിലിൽ വെച്ച് അവൾക്കൊരു ആൺകുട്ടിയും ഉണ്ടായെന്നാണ് ആ ഡീറ്റെയിൽസിൽ പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ആൺകുട്ടി ആയിരിക്കാം ഉൻസെങ്. സിയോൽഹയുടെ യഥാർത്ഥത്തിലുള്ള ഡീറ്റെയിൽസിൽ അവൾ 30 വർഷം മുമ്പ് മരിച്ചുപോയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സോൽഹി ഇപ്പോൾ എവിടെ ആയിരിക്കുമെന്നൊക്കെ ആന്റിയും ഓർക്കുകയാണ്. ഹ്യുനുവിന്റെ ലോക്കറൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശനും അതിന്റെ അകത്ത് നിന്ന് ഡിവോഴ്സിന്റെ നോട്ടീസുകൾ ലഭിക്കുകയാണ്. ഹ്യുനുവും ഹെയ്നും കൂടി ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് എത്തിയതായിരുന്നു. അവിടെ ആകട്ടെ നീണ്ടൊരു ക്യൂ തന്നെയുണ്ട്. ഹെയ്നും ഇങ്ങനെ ക്യൂവിലൊന്നും നിൽക്കുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിൽ പോലും സാധാരണക്കാരിയായിട്ട് ഇപ്പോഴെങ്കിലും ക്യൂവിൽ നിൽക്കുവാനായിട്ട് അവൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തവണ ക്യൂവിൽ നിൽക്കാമെന്ന് പറഞ്ഞ് അവളും പോകുമ്പോഴത്തേക്കും അവനും മറ്റൊരിടം വരെ പോകുകയാണ്. അവൻ പോയിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇലയൊക്കെ വിറ്റിട്ടുണ്ടായിരുന്ന ഭാഗ്യം പറയുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ അടുത്തേക്കായിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഇലകളും അവൻ മേടിക്കുന്നു. അതായത് ഏത് ഭാഗ്യമുണ്ടെങ്കിലും ആ ഭാഗ്യം എല്ലാം തന്നെ അവൾക്ക് സ്വന്തമാക്കണമെന്നായിരുന്നു അവനും ആഗ്രഹിച്ചത്. ഇഡേസ്കോയും പ്രശ്നമൊക്കെ ആളി കത്തിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഹ്യുനുവോ ആകട്ടെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവന്റെ ഡിവോഴ്സിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കാണുവാനായിട്ട് പോകുമായിരുന്നുവെന്നും ക്വീൻസ് ഗ്രൂപ്പിന്റെ എതിരായിട്ടുള്ള മറ്റൊരു വലിയ കമ്പനിയിലൊക്കെയാണ് ആ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നതെന്നും ഒരുപക്ഷെ ആ ഒരു ഫ്രണ്ട് വഴി ആയിരിക്കാം ആ കമ്പനിയുടെ ചെയർമാന് ഇവിടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൻ ചോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നുമാണ് ക്രിസ്കോ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശന് കൂടുതൽ ദേഷ്യം വരികയും എത്രയും വേഗം ഹ്യുനുവിനെയും ഹെയ്നെയും തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബ്രിഡ്ജിലൂടെ ഓടിവരുന്ന ഹിൻവുവും 3 വർഷം മുമ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ലോക്കൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനും അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഹെയ്നും ഒരു ഫുഡൊക്കെ മേടിക്കുവാനായിട്ടായിരുന്നല്ലോ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹെയ്ന് മുമ്പുണ്ടായിരുന്ന ആളാകട്ടെ ഈ ഒരു ഫുഡ് കഴിക്കുവാനായിട്ട് മാത്രം വലിയ ഫ്ലൈറ്റ് ഒക്കെ വിളിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരെണ്ണം മാത്രമായിട്ട് മേടിക്കുകയാണെങ്കിൽ അയാൾക്ക് നഷ്ടമാകുമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാം കൂടി മേടിക്കുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ അവളും ഞാൻ 3 മാസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ തന്നെ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് 2 മാസം മാത്രമേ ഉള്ളൂ. ഞാനും അടുത്ത ദിവസം ജർമ്മനിയൊക്കെ വിട്ടു പോകുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് മുഴുവൻ മേടിക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കൽ പോലും ഇത് കഴിക്കുവാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയില്ല എന്ന കാര്യം തുറന്നു പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്കും അവിടെ നിന്ന് ഫുഡൊക്കെ മേടിക്കുവാനായിട്ട് സാധിക്കുകയാണ്. ഇനി അവളും ഫോണൊക്കെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കും അമ്മയുടെ കോളും വരുന്നു. അവൾ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് മെസ്സേജസ് ഒക്കെ അവൾക്ക് വന്നുകൊണ്ടും ഇരിക്കുകയാണ്. അകലെ നിന്നും അവളും ഹിനുവിനെ കാണുന്നുമുണ്ട്. പിന്നീട് അവളുടെ അമ്മയുടെ മെസ്സേജ് ഒക്കെ അറിയാതെ അവൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ഡിവോഴ്സിന്റെ പേപ്പറൊക്കെ അവളും കാണുന്നത്. അപ്പോഴേക്കും ഹിനുവും അവളുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനും ആ ഒരു ഇലകളൊക്കെ അവൾക്ക് നൽകുന്നുണ്ടെങ്കിലും അവൾ അതെല്ലാം തന്നെ തട്ടിക്കളയുന്നു. പിന്നീട് ആ ഒരു ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് ഒക്കെ കാണിച്ചതിന് ശേഷം ഇതൊക്കെ കള്ളമാണെന്ന് നീ എന്നോട് പറയുന്നായിരുന്നു അവളും പറയുന്നത്. പക്ഷെ അവനാകട്ടെ അതൊക്കെ സത്യമാണെന്ന് തുറന്നു പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടെങ്കിലും അവസാനം മറ്റൊരു സീൻ കൂടി കാണിക്കുകയാണ്. പണ്ടൊരു ദിവസമാകട്ടെ ഹിനുവും ഹെയ്നൊരു കുടയൊക്കെ നൽകിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഹെയ്നും ആ ഒരു കുടയുമായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ചിരിക്കുന്ന ഹ്യുനുവിനെയൊക്കെ അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. അവൾക്കും അവന്റെ ചിരിയൊക്കെ കാണുമ്പോഴത്തേക്കും സന്തോഷം തോന്നുന്നു. അങ്ങനെയിരിക്കെ ആയിരുന്നു നേരത്തെ അവൾ പറഞ്ഞ ആ ഒരു ലൈൻസും കൂടി ഇതിന്റെ ഒപ്പം കാണിക്കുന്നത്. ഒരാളെ അകലെ നിന്ന് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുക, എപ്പോഴും അയാളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അയാളെ കാണുവാൻ വേണ്ടി മാത്രം വന്ന വഴിയിലൂടെ വീണ്ടും വീണ്ടും പോവുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതാണ് നിന്റെ ആദ്യ പ്രണയമെന്നായിരുന്നു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ അവളും കാറൊക്കെ സ്ലോ ആക്കി ഓടിക്കുവാനായിട്ട് കാറുകാരനോട് പറയുന്നു. പിന്നീട് പല ദിവസങ്ങളിലും അവൻ ബസ് കയറി പോകുന്നതെല്ലാം തന്നെ അവളും കാറിൽ ഇരുന്നുകൊണ്ട് കാണുകയാണ്. അതായത് കമ്പനി വിട്ടാൽ അവൾ നേരെ വീട്ടിലേക്കായിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്. മറിച്ച് ബസ് സ്റ്റോപ്പിലെത്തി ഹ്യുൻവു വണ്ടിയിലൊക്കെ കയറി പോകുമ്പോഴത്തേക്കും ആ ബസിനെ ഫോളോ ചെയ്തുകൊണ്ട് അവളുടെ കാറും പോകും. അങ്ങനെ അവനെയും സുരക്ഷിതമായിട്ട് വീട്ടിലൊക്കെ കൊണ്ടാക്കിയതിനു ശേഷമായിരുന്നു അവളും വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അവളുടെ ആദ്യ പ്രണയം അത് ഹ്യുൻവു തന്നെയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.